മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരള പൊതുസമൂഹത്തോട് ഹോർത്തൂസ് പ്രോഗ്രാമില് കെ സുരേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിലെ ചെറിയ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതും, രണ്ടാമത്തെ ഭാഗത്തിൽ എന്തുകൊണ്ട് കേരളം പൊട്ടിത്തെറിക്കുന്നില്ല എന്നതിനെ കുറിച്ചും പറഞ്ഞതാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ആദ്യ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ എന്തെങ്കിലും വർഗീയത കാണിച്ചിട്ടല്ല, വ്യക്തിജീവിതത്തിലോ പൊതുജീവിതത്തിലോ എന്തെങ്കിലും മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായി ജീവിച്ചിട്ടല്ല. പക്ഷെ ചില ആളുകളെ തോൽപ്പിക്കണം എന്ന് നിശ്ചയിക്കുന്നത് വേറെ സ്ഥലങ്ങളിലാണ്. ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമിയുടെ നേതാവുണ്ടല്ലോ MV ശ്രേയാംസ് കുമാർ, എങ്ങനെ തോറ്റത്? സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ്. നിങ്ങൾ കണക്കുകൾ കള്ളം പറയില്ല. ശശീന്ദ്രൻ എന്ന് പറയുന്ന CPM നേതാവ് 25,000 വോട്ടിന് ജയിച്ച മണ്ഡലമായിരുന്നു അത്. വയനാടിനെ പറ്റി അറിയുന്നവർക്ക് അറിയാലോ. ആ സമയത്ത് UDF ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി. ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് ഇപ്പോഴും 20,000 ഫിക്സഡ് വോട്ടുള്ള മണ്ഡലമാണ് കൽപ്പറ്റ. വേറെ ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ. ഈ ജനതാദളൊന്നും 5 വോട്ടില്ലാത്ത പാർട്ടിയാണ്. ഫിക്സഡ് വോട്ട് 20,000 വോട്ട് കൽപ്പറ്റയിൽ അവർക്കുണ്ട്. 25,000-ഉം 20-ഉം 45,000. എങ്ങനെ പോയാലും ഒരു 30,000 വോട്ടിന് ശ്രേയാംസ് കുമാർ ജയിക്കേണ്ടതാണ്. സിദ്ദിഖ ജയിച്ചത് എങ്ങനെ ജയിച്ചത്? ശക്തമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ്. മതങ്ങൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കടന്നു കയറുകയാണ്. പണ്ട് സമുദായ നേതൃത്വം എന്ന് പറയുന്ന ലീഗായിരുന്നു. ഇപ്പം മാറി. ലീഗിന് ഒരു ഹോൾഡും ഇല്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് ജോസ് കെ മാണി തോറ്റത്? ജോസ് കെ മാണി LDF പോയാലും UDF പോയാലും പാലയിൽ ജയിക്കൂല. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ഇലക്ഷനിലും ജോസ് കെ മാണി ജയിക്കൂല. ജോസ് കെ മാണി പാലയിൽ ഇനി LDF പോയാലും ജയിക്കൂല, UDF പോയാലും ജയിക്കൂല. എത്ര മണ്ഡലം ഞാൻ കാണിച്ചു തരാം. PC ജോർജ് പോട്ടെ, നിങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞോളൂ, എന്നെയും കുമ്മനത്തിനെയും വിട്ടോളൂ. സ്ട്രാറ്റജിക്കൽ വോട്ടിങ്ങും മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധം മതസംഘടനകൾ വോട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു. അപായകരമായ സൂചനയാണിത്. നീളികെട്ടിലെ വളരെ വ്യക്തമായിട്ടാണ് കെ സുരേന്ദ്രൻ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അദ്ദേഹത്തോട് അവതാരകൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ ഈ വിജയത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടാണല്ലോ പരാജയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുള്ളത്. ഞാൻ പരാജയപ്പെടുകയല്ല, ഒരുമിച്ച് നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ പോലും ഒരുമിച്ച് നിന്ന് UDF-നെയും LDF-നെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എന്നെ പരാജയപ്പെടുത്തുകയാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് UDF-നോടും LDF-നോടും ഒരുമിച്ചാ. ഇവിടെ പേരിന് മാത്രം, ഇത് വെറുതെ പറയല്ല. ഇദ്ദേഹം എവിടെ മത്സരിച്ചതിന്റെ കണക്കും നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. 89 വോട്ടിന് പോലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് 100-ലും താഴെ വോട്ടിന് പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കണക്കെടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമാണ്. UDF LDF-ലേക്കോ LDF UDF-ലേക്കോ കൂടുതലായിട്ട് വോട്ട് മറിക്കുക. എന്തിനേറെ പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് വയനാട് ലോക്സഭാ സീറ്റിൽ ഇദ്ദേഹം മത്സരിച്ച സമയത്ത് LDF വോട്ട് മൊത്തമായിട്ട് UDF-ലേക്ക് അങ്ങ് പോയതല്ലേ. എന്നിട്ട് പോലും അവിടെ മനസ്സിലാക്കണം, കെ സുരേന്ദ്രൻ വലിയ രീതിയിൽ 1 ലക്ഷത്തോളം വോട്ട് അങ്ങ് അവിടെ അധികരിപ്പിക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും 1 ലക്ഷത്തോളം വോട്ടൊക്കെയാണ് അധികം ലോക്സഭാ സീറ്റുകളിൽ പിടിക്കുന്നത്. അതിലധികമോ? അദ്ദേഹം വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാ. എന്നാൽ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും SUPയുടെയും ഒക്കെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തീവ്രവാദ ജിഹാദി സംഘടനകളിൽ രംഗത്തെത്തിയിട്ട് LDF-നെയും UDF-നെയും ഒരുമിച്ച് നിർത്തും. കെ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുന്നോ അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SUPI, BDP ഇത്തരം സകല സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് UDF-നെയും LDF-നെയും ഒരു ടീമാക്കും. എന്നിട്ട് സകല വോട്ടുകൾ കൂടി ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് കെ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പരാജയപ്പെടാനുള്ള കാരണം എന്നുള്ളത് വിവേകമുള്ള ഏതൊരു മലയാളിക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കേരളം ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അതിന് അദ്ദേഹം പറഞ്ഞൊരു തെളിവ് നിങ്ങൾ കേട്ടില്ലേ? കൽപ്പറ്റയില് സിദ്ദീഖിനെ അവിടെ വിജയിപ്പിക്കുമ്പോ ഇടത് സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം ഭൂരിപക്ഷം കിട്ടേണ്ടതായിരുന്നു, എന്നിട്ടും സിദ്ദീഖ് എങ്ങനെ വിജയിക്കുന്നു? പാലയിൽ ജോസ് കെ മാണി ഇനി ഒരിക്കലും വിജയിക്കില്ല. ഇതൊക്കെ തന്നെയല്ലേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്തു.
പോപ്പുലർ ഫ്രണ്ട് SDPI ഇവർക്ക് പിന്തുണ കൊടുത്തോ? ഇവിടെ ആര് മുന്നേറ്റം ഉണ്ടാക്കി? ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. പിന്നെ സുരേന്ദ്രൻ ഒരുപാട് ആളുകൾ ട്രോളുന്നതൊക്കെ കാണാം. അത്തരം ട്രോളുന്ന സകല ആളുകളോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന നേതാക്കന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന സുരേന്ദ്രന്റെ ഒക്കെ മൂട്ടിലേക്ക് പോലും വെക്കാനില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ. സുരേന്ദ്രൻ മത്സരിച്ച കാലം മുതൽ മത്സരിക്കുന്നത് UDFനോടും LDFനോടും ഒരുമിച്ച, എന്നിട്ട് പോലും ജയത്തിന് തൊട്ടരികിൽ എത്തുന്നുണ്ട്. അതേപോലെ രണ്ട് മുന്നണിയോടും ഒരുമിച്ച് മത്സരിച്ചിട്ട് ഈ ട്രോളുന്ന ആളുകളൊക്കെ വിശ്വസിക്കുന്ന നേതാക്കന്മാര് മത്സരിച്ചാൽ മൂലയിലേക്കെങ്കിലും എത്തുമോ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഇദ്ദേഹത്തേക്ക് ട്രോളാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ ആ പണിക്ക് ഇറങ്ങൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോഴേക്ക് ഒരുപാട് സുഡാപ്പികളൊക്കെ രംഗത്തെത്തിടോ, സംഖ്യയാണോ മുസംഖ്യയാണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ഇവിടെയുള്ള യാഥാർത്ഥ്യങ്ങൾ, ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ പോലും പറയാൻ മടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിന് സംഖ്യയോ മുസംഖ്യയോ നിങ്ങൾ എന്ത് വിളിച്ചാലും അതിനെയൊക്കെ പൂച്ചെണ്ടുകൾ പോലെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. കേരളം എന്തുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നില്ല എന്നുള്ളത് കൂടി സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ആദ്യം BJP-കാരന്റെ വാതിലാണ് മുട്ടുന്നതെങ്കിലും അവസാനം എല്ലാ മതനിരപേക്ഷവാദികളുടെയും വാതിൽ ഇത് മുട്ടും. അങ്ങനെയുള്ള ഭീകരവാദികളെയാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞിവിടെ അവതരിപ്പിക്കുന്നത്. സതീശനോ സുധാകരനോ മിണ്ടുന്നേയില്ല SDPI സഖ്യത്തെക്കുറിച്ച്, PFI സഖ്യത്തെക്കുറിച്ച്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന അപകടം ചെറുതാണ്. വൈകുന്നേരം ഇത് കണ്ടാൽ മതി, നിങ്ങൾ മീഡിയ 1 ഒരു ദിവസം ആ ചർച്ച ഒന്ന് കണ്ടാൽ മതി. എന്തുമാത്രം മാരകമായ വിഷമാണ് കുത്തിവെക്കുന്നത്. ഞങ്ങളെ മാത്രം ബാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, എല്ലാവരെയും ബാധിക്കും. നാളെ മനോരമയും പത്രങ്ങളെ വരെ, ഒരു പത്രം പ്രവർത്തിക്കാൻ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ആരെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഒരു പത്രം നിലപാടെടുത്തതിന്റെ പേരിൽ വലിയ മതേതരത്വം പ്രസംഗിക്കുന്ന മാതൃഭൂമിക്കും UDF പക്ഷപാതിത്വം കാണിക്കുന്ന മനോരമയ്ക്കും പല സന്ദർഭങ്ങളിലും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിഭീകരമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ഭീകരമാണ്. ഇത് ബോംബ് പൊട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നത്. ബോംബ് പൊട്ടുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിൽ, അമിത്ഷാ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ബോംബ് പൊട്ടുമായിരുന്നു. കുന്തിരിക്കാം കരുതിക്കോ എന്ന് വെറുതെ പറഞ്ഞതല്ല. അത്ര ഭയാനകമായിരുന്നു സാഹചര്യം. അടിച്ചമർത്തി അവരുടെ സാമ്പത്തിക സ്രോതസ് തകർത്തത് മോദിയും അമിത്ഷായും അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അവരെ എന്നേ കയറൂരി വിട്ടനെ. ഈ PFI എന്ന് പറയുന്ന ഭീകര സംഘം കാശ്മീരിലും ദില്ലിയിലും പൊട്ടിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തെ പൊട്ടിക്കുമായിരുന്നു. ഞങ്ങളെ ഗവൺമെന്റ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വർഗീയതയാണ് ഇതിനെല്ലാം കാരണം. ഞാൻ തോറ്റതിൽ എനിക്ക് സങ്കടമില്ല. കാരണം വർഗീയതയാണ്. വർഗീയത കാണിച്ചിട്ടാണ് UDF ജയിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ഇവിടെ ട്രോളന്മാരൊക്കെ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിനെതിരെ തോന്നിയത് പറയുന്ന ആളുകള്. അവരോടൊക്കെ പറയാനുള്ളത്, ഇദ്ദേഹത്തിനൊക്കെ ജനഹൃദയങ്ങളിൽ ദിനം പ്രതി സ്ഥാനം കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെയാ. ഇദ്ദേഹം അങ്ങ് വെട്ടി തുറന്ന് പറയാ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയൊക്കെ ഇതുപോലെ നിലപാടെടുക്കുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് മറ്റേതെങ്കിലും പാർട്ടിയില് ഈ ട്രോളന്മാർക്കൊക്കെ കാണിക്കാൻ സാധിക്കുമോ? ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അപകടമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ലോകത്ത് എവിടെയുണ്ടോ ആ നാടിന് തന്നെ നാശമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഈ UDFിലെ VD സതീശനൊക്കെ എന്താ വിളിച്ചു പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എന്ത് വർഗീയത, എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് എന്ന ഉളുപ്പില്ലാതെ ഈ VD സതീശനൊക്കെ നിരന്തരം ചോദിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെയും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും PDPയെയും SCP ഒക്കെ കൂട്ടിപ്പിടിച്ചാണ് കോൺഗ്രസ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും മുന്നേറ്റം ഉണ്ടാക്കിയത്. ഇതൊക്കെ ഓരോ മലയാളിയും തിരിച്ചറിയണോ? നമ്മുടെ കേരളത്തിലെ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത് തന്നെയാ. ജമാഅത്തെ ഇസ്ലാമി ആർക്ക് പിന്തുണ കൊടുത്തോ അവര് കേരളത്തിൽ പിടിമുറുക്കുക. ഈ കോൺഗ്രസ് ഒക്കെ ഈ സതീശനെയൊക്കെ നിയന്ത്രിക്കുന്നത്, ഈ സതീശനെയൊക്കെ സകലതും ഓരോ കാര്യങ്ങളും ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി പിന്നിൽ നിന്ന് ഇങ്ങനെ പറയോ, അതിനനുസരിച്ച് സതീശൻ കാര്യങ്ങൾ ചെയ്യൂ. അത്തരത്തിലാണല്ലോ ഇവര് വോട്ട് കൊടുക്കുന്നതും ആ ധാരണയിലാണല്ലോ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ LDF UDF ഒക്കെ ഒരുമിച്ച് നിർത്തി SCPI ജമാഅത്തെ ഇസ്ലാം ഇവരെല്ലാവരും കൂടി സുരേന്ദ്രനെയൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഒരൊറ്റ കാര്യം, സുരേന്ദ്രനൊക്കെ കേരളത്തിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ SDPയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ PDPയുടെ ഒക്കെ സകല അടിവേരങ്ങ് അറക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാ
LDF-നെയും UDF-നെയും ഒക്കെ ഒരുമിച്ച് നിർത്തി യുവന്മാരൊക്കെ കെ സുരേന്ദ്രനൊക്കെ എവിടെ മത്സരിച്ചാലും പരാജയപ്പെടുത്താൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ രംഗത്തെത്തുന്നത്? ഇതൊക്കെ വിവേകമുള്ള ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞ് നാട്ടിൽ സമാധാനമുണ്ടാവാൻ, കേരളത്തിൽ സമാധാനമുണ്ടാവാൻ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാക്കന്മാരെ വിജയിപ്പിക്കേണ്ടത് ഓരോ മലയാളികളുടെയും ഉത്തരവാദിത്ത. സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ച് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കേരളത്തിൽ ഒരുപാട് വലിയ രീതിയിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിഷയവും ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയുക.